ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ചച്ചുൻ്റെ മുടി വെട്ടാൻ പോവാണ് കേട്ടോ. മുടി വെട്ടാനല്ല, മൊട്ടടിക്കാനാണ് പോകുന്നത്. കേരള പണിയിലേക്കാണ് പോകുന്നത്. അച്ഛനാണ് നമ്മുടെ സാരഥി. അല്ലെങ്കിലും അച്ഛൻ കൂടെയുള്ള യാത്രകളിലൊക്കെ അച്ഛൻ തന്നെയാണ് കേട്ടോ വണ്ടി ഓടിക്കാറുള്ളത്. പിന്നെ ചച്ചു കാലത്തേ മുതൽ തുള്ളിച്ചാടി നടക്കുകയാണ് ടാറ്റ പോവാന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അമ്മയാണ് ലാസ്റ്റ് ഇറങ്ങിയത്, വാതിലൊക്കെ പൂട്ടിയിട്ട്. പിന്നെ അമ്മ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. ചേട്ടൻ നോക്ക്, നോക്ക് നോക്ക്. ചച്ചു. അച്ഛൻ്റെ മുഖത്ത് ചെറിയൊരു ഗൗരവം കാണാം. അത് വേറൊന്നും കൊണ്ടല്ല, ആസ് യൂഷ്വൽ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടായി. അതിൻ്റെ പ്രതിഷേധമാണ് ആ മുഖത്ത് കാണുന്നത്. 1 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ തിരക്കുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവധി ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അമ്പലം, കേരള പഴനി ചോച്ചിരിക്കുന്നു. ഇതാണ് കറക്റ്റ് പേര്. അടിയിലൊരു ഗണപതി കോവിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി തേങ്ങ കുടച്ചിട്ടാണ് പടികൾ കയറിയത്. അപ്പോൾ കയറുന്നതിന് മുമ്പ് കുറച്ച് ചേച്ചിമാർ കാവടിയൊക്കെ എടുത്ത് പോകുന്നത് കണ്ടു കേട്ടോ. ശരിക്കും പഴനി പോലെ തന്നെയാണ് കേട്ടോ. പഴനിയുടെ അത്രയും പടികൾ ഇവിടെ ഇല്ല, എന്നാലും ഒരു 200-250 അത്രയും പടി ഉണ്ടെന്നേ തോന്നണുള്ളൂ. ചച്ചു പിന്നെ ഉറക്കത്തിലായിരുന്നു. അമ്പലം എത്തിയതിന് ശേഷം ചച്ചു എണീറ്റ്. ഈ സ്റ്റെപ്പുകൾ കണ്ടോ, ഇത് കുത്തനെയുള്ള സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ കയറാൻ കുറച്ച് പാടായിരുന്നു. പക്ഷെ പഴനിയിൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അമ്പലം. ഞാനും ചേട്ടനും അമ്മ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മ പതുക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛനോട് നമ്മൾ കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛന് ചെറുതായിട്ട് ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് സ്റ്റെപ്പൊക്കെ കയറുന്നത് റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ കയറിയില്ല. അമ്മയും ചേട്ടനും കൗണ്ടറിൽ റെസീപ്റ്റൊക്കെ എടുക്കാൻ പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും ചേച്ചിയും അമ്മയും കൊച്ചൊക്കെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് മുണ്ടനപുര. ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഒരു സ്ലോട്ട് ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ചേട്ടനും കൊച്ചും അവിടെ ഇരുന്നു. ചച്ചു എന്താ ചെയ്യണേന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വലിയ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല, ആൾ ഓക്കെ ആയിരുന്നു. ലാസ്റ്റ് ആ ട്രിമ്മർ കൊണ്ടുവരുന്ന ടൈമിൽ അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ചെറുതായിട്ട് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ വാശിയോ കരച്ചിലോ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ മുടി വരുന്നതിൻ്റെ ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ ചച്ചുവിന്. മുടി ഇങ്ങനെ വെട്ടുമ്പോൾ മുഖത്ത് വരുന്നതിൻ്റെ ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്നാലും പാട്ടൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ ഇരുത്തി. ചേട്ടൻ്റെ മേത്ത് ചാരി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പം ശരിക്കും എനിക്ക് ചച്ചുവിൻ്റെ ജനിച്ചപ്പോഴുള്ള മുഖമാണ് കേട്ടോ തോന്നിയത്. മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പം അവിടെ ഇങ്ങനെ കുളിപ്പിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ഞാനും ചേച്ചിയും കൂടെ ചച്ചുനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് പോകാൻ വേണ്ടി മാത്രം. ചച്ചു പിന്നെ കരച്ചിലായിരുന്നു കുളിപ്പിക്കുന്ന സമയത്ത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൾ ഓക്കെ ആയിട്ടോ. വീണ്ടും പണ്ടത്തെ പോലെ ചിരിച്ച് ഉഷാറായിട്ടുണ്ടായിരുന്നു. ഇപ്പം കേട്ടതാണ് കേട്ടോ നാഗത്താൻ പാട്ട്. കൊച്ചിൻ്റെ എന്നല്ല, ആരുടെ വേണമെങ്കിലും നാളും പേരും പറഞ്ഞു കൊടുത്താൽ അവരത് വെച്ചിട്ടിങ്ങനെ പാടും. അങ്ങനെ തൊഴുതൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ പിന്നെ കുറച്ച് ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ തലയിൽ ചന്ദനം തേക്കലും പിന്നെ ചേച്ചി കാവലെടുത്ത് കൊണ്ടുപോകുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളിലായതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഇതാണ് കേട്ടോ തിരിച്ചിറങ്ങുമ്പോഴുള്ള വ്യൂ എന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. വെയിലുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. കയറേൻ്റെ അത്ര പാടൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റെപ്പ് ഇറങ്ങാനായിട്ട്. ഞങ്ങളെല്ലാവരും വിശന്നിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ രാവിലെ പോകുന്നതാണ്. 11 മണിയായി ഏകദേശം തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പം. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് പുതുക്കാടൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഹോട്ടലിൽ ആര്യാസിലാണ് കയറിയത്. പിന്നെ ചച്ചുന് നമ്മൾ ഓൾറെഡി ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാറിലിരുന്ന് ദോശ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റിംഗിലായിരുന്നു കേട്ടോ ഞങ്ങൾ. എന്താ ഫുഡ് വരാത്തേ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാനും ചേച്ചിയും അമ്മയും പൂരിയാണ് കേട്ടോ കഴിച്ചേ. ബാക്കി അവർ മസാല ദോശയായിരുന്നു. ചച്ചു പിന്നെ ഇത് രണ്ടും മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചച്ചുനെ കണ്ടപ്പോൾ തന്നെ അവിടെ ഉള്ളൊരു ചേട്ടൻ ഈ കുട്ടികൾക്ക് ഇരിക്കാനുള്ളൊരു കസേരയില്ലേ, ആ കസേര നമ്മുടെ അടുത്ത് കൊണ്ടിട്ടേണ്ടായിരുന്നു. ചച്ചുന് ആദ്യമൊക്കെ ഇരിക്കാൻ പേടിയായിരുന്നു, പക്ഷെ പിന്നെ ഇരുത്തി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിലിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ദോശയും പൂരിയൊക്കെ അതിൻ്റെ ഇടയിൽ മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. 1 മണിയൊക്കെ ആയപ്പോഴേക്കും വീടെത്തിയിരുന്നു. വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണം ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്തും കാണാം കേട്ടോ. പിന്നെ ചച്ചു അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ചച്ചുൻ്റെ മുട്ടയിടിക്കൽ ജേണി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അമ്മു ചേച്ചി അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം.